നമ്മുടെ ഒരു പാനൽ അനാർക്കലിയുടെ റീസ്റ്റോക്ക് വീഡിയോ ആട്ടോ. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക്ക് കളറും ഒരു യെല്ലോ കോമ്പിനേഷനിലേക്കും കൂടെ വന്നേക്കുന്ന നമ്മുടെ 16 പാനൽസിന്റെ അനാർക്കലി. അപ്പോൾ ഇത് എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ, കാരണം ഏത് കളർ ടോണുകാർക്കും മാച്ച് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ തവണ നമ്മുടെ അനാർക്കലിയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ചാർട്ടിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് മീഡിയം യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ട്, ഇനിയിപ്പോൾ ഇതിൻ്റെ ബോട്ടം അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസിലേക്കാണോ വരുന്നത് എന്നുള്ളത്. നമ്മൾ ഈ പാനൽ അനാർക്കലീസ് ഇത്രയും പാനൽസിൻ്റെ ആകുമ്പോൾ നമ്മൾ എത്രയാണ് ഇതിൻ്റെ പാനൽസിനെ ജോയിൻ ചെയ്യിപ്പിച്ച് വരുമ്പോൾ ഒരു കുറച്ച് വലിയ സൈസിലേക്കായിരിക്കും ഇത് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈസിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ലാർജ് സൈസ് നിങ്ങളിപ്പം സാധാ എടുക്കുന്ന സൈസ് തന്നെ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. കാരണം കുറേ കസ്റ്റമേഴ്സ് ഇവിടേക്ക് നമുക്ക് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ടോപ്പ് അവർക്ക് മീഡിയം മതി, ബോട്ടം ലാർജ് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ നമ്മളായിട്ട് ചെയ്യുന്ന സ്ലബ് സിൽക്കോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ, നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സൈസ് കട്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പ്രിന്റിന് അതിൻ്റെ തന്നെ ആ ഒരു പ്രിന്റ് ഇത്ര മീറ്റർ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് അങ്ങനെ ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിന്റിലേക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിൻ്റെ തന്നെ കൂടുതൽ ചെയ്ത ഈ ഒരു 3 ഐറ്റംസും കൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിവർത്തി കാണിക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 16 പാനൽസിൻ്റെ അനാർക്കലിയാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്കിലേക്കും ഫുൾ പാനൽസ് ചെയ്ത് തന്നെ വന്നേക്കുന്ന ഐറ്റംസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ്, പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 49 to 50 ഇഞ്ചസ് ലെങ്തിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ ഒരു ബ്രിക്ക് കളറിലേക്കാണ്, ബ്രിക്കും ചിക്കും കൂടെ കോമ്പിനേഷനിലേക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് കളറിലേക്കും കൂടെയാണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നത് നല്ല, ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല കട്ടിയുള്ള നല്ലൊരു ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ.